കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജനങ്ങൾ മടുത്തൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മടുത്തൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ആ ജനങ്ങളുടെ പ്രതീക്ഷകളെ ഒത്തുവരാൻ കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി ഒരു ടീമായി വിജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷകൾക്ക് ഒത്തുവരാൻ ഇനി ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും എല്ലാം മറന്ന് എൻ്റെ കാര്യമല്ല നമ്മുടെ കാര്യം, എൻ്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, എൻ്റെ ചിന്താഗതിയല്ല നമ്മുടെ ചിന്താഗതി, ഇതായിരിക്കണം വരുന്ന ഒരു വർഷക്കാലത്തെ ഓരോ കോൺഗ്രസ്സുകാരൻ, അത് താഴെത്തട്ടിലെ വാർഡ് പ്രവർത്തകൻ മുതൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരെയുള്ള നേതാക്കന്മാരായ ഞാനടക്കമുള്ള ആൾക്കാരെ ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം വിനയപുരസ്സരം ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല, കോൺഗ്രസ് ആണ് എല്ലാം. മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് പാർട്ടിയെ ശക്തമാക്കാൻ, പാർട്ടി പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടുത്താൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ, പാർട്ടി ശ്രേണികളിൽ നിൽക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. AICCയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നേതൃത്വം ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇത് വാക്കാണ്. ഒറ്റക്കെട്ടായി നമ്മുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്, ശ്രീ കെ സുധാകരനുണ്ട്, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. അവരെല്ലാം AICCയുടെ ഭാഗമായ നേതാക്കളാണ്. കേരളത്തിലുള്ള മുഴുവൻ നേതാക്കൾ, മുൻ പ്രസിഡന്റായ ശ്രീ കെ മുരളീധരനും അതുപോലെ ശ്രീ MM ഹസനുണ്ട്, ശ്രീ VM സുധീരൻ ഇവിടെ ഉണ്ടായി, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. എല്ലാവരും മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി കോൺഗ്രസിനകത്ത്, ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഒരു പ്രസ്ഥാനത്തിനും ഇല്ലാത്ത സുശക്തമായൊരു രണ്ടാം നിര, ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു രണ്ടാം നിര, ഒരു യുവ നേതൃത്വം കൂടി കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഇതിനെ സമഗ്രമായി ഒരുമിച്ച് നിർത്തി വലിയ മുന്നേറ്റം, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിഷമവും ഉണ്ടാക്കാത്ത തരത്തിൽ, ഒരു സങ്കടവും വരാത്ത തരത്തിൽ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി നിന്ന് മുന്നോട്ട് പോകും എന്ന വാക്ക് മാത്രം നൽകിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇനി ആകെ 8-9 മാസങ്ങൾ മാത്രമാണുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പ്രവർത്തകന്മാരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. 2010 നാം നേടിയ ഉജ്ജ്വലമായ വിജയം, 70% പഞ്ചായത്തുകൾ ജയിച്ച കാലഘട്ടം, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരികെ വരണം. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം ദിവസങ്ങളില്ല. കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. 9 വർഷം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം കേരളത്തിൽ സജീവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളാകെ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത്. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഈ വേദിയിലും സദസ്സിലുമുള്ള നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പിണറായിയെ താഴെ ഇറക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വമായി മുന്നോട്ട് പോകും. നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, നമ്മളെയെല്ലാം ജനസമൂഹത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി തന്ന ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും തിരികെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം. കേരളം അത് കാത്തിരിക്കുകയാണ്.